ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു നല്ല സമയം കൂടെ കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ദാനമായി തന്നിരിക്കിയാൽ ഞാൻ കർത്താവിനെ അധികമായിട്ട് സ്തുതിക്കുകയാണ്. അല്പസമയം ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാനും എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. 40-ാം സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ടതായിട്ടുള്ളൊരു സങ്കീർത്തനമാണ് എന്ന് അതിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, താനായിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് കർത്താവ് ദാവീദിന് കൊടുത്തതായിട്ടുള്ള വിടുതലുകൾ, താൻ മുന്നമേ എങ്ങനെ ആയിരുന്നുവോ ഇപ്പോൾ തന്നെ എപ്രകാരമാക്കി വെച്ചിരിക്കുന്നുവോ ആ അവസ്ഥകളെ പറ്റിയൊക്കെ ദാവീദ് ആദ്യ വാക്യങ്ങളിൽ വിവരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പിന്നെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദാവീദിന്റെ ജീവിതത്തിൽ നേരിട്ട ചില പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ. എന്നാൽ ആ അധ്യായം അവസാനിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ ഓർക്കുന്നു. ആ എങ്കിലും എന്നുള്ള പദം എന്നെ വളരെയധികം സ്പർശിക്കുവാനായിട്ടിടയായി തീർന്നു. ഞാൻ എളിയവനാണെങ്കിലും ഞാൻ ദരിദ്രനാണെങ്കിലും എന്നെ ഓർക്കുന്ന ഒരു കർത്താവ്. ഇന്ന് ഈ ലോകത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ പല നിലവാരങ്ങൾ വെച്ച് സ്നേഹം അളന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പദവി വെച്ചായിരിക്കാം, ഒരു വ്യക്തിയുടെ സാമ്പത്തികമായ നിലവാരം വെച്ചായിരിക്കാം, അവൻ എപ്രകാരമുള്ള ജോലി ചെയ്യുന്നു എന്നുള്ളത് വെച്ചായിരിക്കാം, അല്ലെങ്കിൽ അവന് നിറത്തെ അടിസ്ഥാനമാക്കിയായിരിക്കാം. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ലോകത്തിൽ ഉള്ളവർ നമ്മെ ഒരുപക്ഷെ ഓർക്കുന്നതും നമുക്ക് പ്രാധാന്യം തരുന്നതും. എന്നാൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ എളിയവനാണെങ്കിലും ഞാൻ ദരിദ്രനാണെങ്കിലും എന്നെ ഓർക്കുന്ന, എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ദാരിദ്ര്യമായ ഒരു അവസ്ഥയെ പറ്റിയല്ല അവിടെ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഐ എം പൂർ, ഐ എം നീഡി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്ന ഒരവസ്ഥ. കർത്താവിന്റെ മുൻപാകെ വരുമ്പോൾ തന്റെ രാജ്യത്വത്തെ താൻ മാറ്റി വെക്കുകയാ, തന്റെ തലയിലിരിക്കുന്ന കിരീടത്തെ താൻ ഇറക്കി വെക്കുകയാ. തനിക്കുള്ള പ്രജകളെ, ആ രാജ്യത്തിൽ തനിക്ക് എന്തെല്ലാം വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ടോ അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദാവീദ് ഇങ്ങനെ പറയുന്നു: ഞാൻ എളിയവനാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഏറ്റവും താഴ്ന്നിരിക്കുന്നു, ഞാൻ നീടിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവെ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. കർത്താവെ, ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരും ചെയ്തു തരുവാൻ കഴിയാത്തൊരു കാര്യം എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ആശ്രയം, എന്നെ വിടുവിക്കുന്നവൻ നീയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ സങ്കീർത്തനങ്ങൾ 41-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തെ യഹോവ അവനെ വിടുവിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം എപ്രകാരം ആയിരിക്കണം എന്നുള്ളതും, ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് കർത്താവ് എന്താഗ്രഹിക്കുന്നു, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എന്താഗ്രഹിക്കുന്നു എന്നുള്ള രണ്ട് കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചതായിട്ടുള്ള ഒരു ആത്മീക ചിന്ത ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് വചനത്തെ പറ്റി നല്ല ധാരണയുണ്ടായിരിക്കാം, ഈ ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നല്ല അറിവുണ്ടായിരിക്കാം, നാം ഉന്നത നിലവാരത്തിലുള്ള ജോലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ, ദൈവപാദപീഠത്തിങ്കൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഉന്നത ചിന്തകളൊക്കെ മാറിപ്പോയിട്ട് വേണം നാം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്: മാനത്തിന് വിനയം മുന്നോടിയാകും എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവർക്ക് ദൈവം കൃപ തരുന്നത്. കർത്താവ് എപ്പോഴും നമ്മുടെ ഒരു ഹംബിൾനെസ് ആഗ്രഹിക്കുകയാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുന്നവരും വിധേയപ്പെടുന്നവരും ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ കീഴ്പ്പെടുന്നവരുമായിരിക്കും കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ ആ റിലീജിയസ് ആയിട്ടുള്ള നമ്മൾ നിൽക്കുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യങ്ങളൊക്കെ വലുതായിരിക്കാം. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ഇതൊന്നും വിലയേറിയതല്ല. കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ ഹൃദയം എപ്രകാരമായിരിക്കുന്നു, ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ
മനുഷ്യൻ പുറമെയുള്ളത് മാത്രം നോക്കുകയാ. മനുഷ്യന് നമ്മുടെ പുറമെയുള്ള കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ സംസാരം നല്ലതായിരിക്കാം, നമ്മുടെ സാക്ഷ്യം നല്ലതായിരിക്കാം, നമ്മുടെ പാട്ട്, പ്രാർത്ഥന ഇതെല്ലാം നല്ലതായിരിക്കാം. എന്നാൽ ഹൃദയത്തെ ശോധന ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഒരു വ്യക്തിയോട് സ്നേഹമാണ് എന്ന് നാം പറയുമ്പോൾ ഹൃദയപ്രകാരം സ്നേഹിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ ദുഃഖാവസ്ഥയിൽ നമുക്ക് അവരോട് സഹതാപമുണ്ട്, എനിക്ക് ആ വിഷയത്തിൽ ഒരു സങ്കടമുണ്ട് എന്ന് പുറമെ പറയുമ്പോൾ നമ്മുടെ ഹൃദയം എപ്രകാരമായിരിക്കുന്നു? നാം ഒരു വ്യക്തിയെ അധരം കൊണ്ട് ബഹുമാനിക്കുമ്പോൾ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? ഹൃദയം നോക്കുന്നതായിട്ടൊരു കർത്താവുണ്ട്. ദാവീദിന്റെ ജീവിതം നാം പഠിച്ചാൽ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം മുൻപാകെ അവൻ താഴ്മ ധരിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, ഇതിന്റെ മറ്റൊരു വശം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. നാം എളിയവരെ കൈക്കൊള്ളുന്നവരായിരിക്കണം, എളിയവരെ ആദരിക്കുന്നവരായിരിക്കണം. ഈ നല്ല സമയത്ത് ഞാൻ നിങ്ങളെ ഒരു ചിന്തയിലേക്ക് ആഹ്വാനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിൽ കടന്നു പോകുന്ന ജീവിത വഴിത്താരെ കർത്താവ് നമുക്ക് തന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ചുകൊണ്ട് നാം ഓർക്കേണ്ടവരെ ഓർക്കാതിരുന്നിട്ടുണ്ടോ? ഒരു കരം കൊടുത്ത് സഹായിക്കേണ്ടവർക്ക് ഒരു കൈത്താങ്ങാകാതിരുന്നിട്ടുണ്ടോ? കണ്ണ് തുറന്ന് ചിലരെ കാണേണ്ട സാഹചര്യങ്ങളിൽ മുഖം മറച്ച് നാം നടന്നതായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിലുണ്ടോ? അങ്ങനെയെങ്കിൽ സമയം ഒട്ടും വൈകിയിട്ടില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി സംസാരിക്കുന്നു. അപ്രകാരമുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ ഈ ഒരു ദിവസം അതിനായിട്ട് ഉപയോഗിക്കാം. എളിയവരെ ആദരിക്കുവാൻ, എളിയവർക്കൊരു കൈത്താങ്ങലായിട്ട് നിൽക്കുവാൻ കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള നിന്റെ അനർത്ഥ ദിവസത്തിൽ നിന്നെ കർത്താവ് മറന്നു കളയുകയില്ല. ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങളാൽ സാധിക്കാത്ത വിഷയത്തിന്റെ മുൻപിൽ നിങ്ങളായിരിക്കുന്നുവോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഓർക്കുന്ന ദൈവമാ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറന്നു കളയുമോ? തന്റെ മകനോട് കരുണ തോന്നാതിരിക്കുമോ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത, വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറ്റി അവിടെ പറയുന്നത്. വിരുദ്ധമായ സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നു. അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളൊരു പക്ഷെ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന്. ഇന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കാം. ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ, ദൈവവചനത്തോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെയാ? എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വചനം എല്ലാവരും കേട്ടെങ്കിൽ തന്നെയും അത് വിശ്വാസത്തോടെ എടുക്കായിക കൊണ്ട് ചിലരുടെ ജീവിതത്തിൽ അത് ഉപകാരമായിട്ട് സംഭവിച്ചില്ല. ഇന്ന് വചനം കേൾക്കുമ്പോൾ അതിൽ ആഴമായി നീ വിശ്വാസം അർപ്പിക്കുന്നില്ല എങ്കിൽ, ഈ വചനത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം കൊടുക്കുന്നില്ല എങ്കിൽ അതൊരു പക്ഷേ ജീവിതത്തിൽ ഉപകാരമായിട്ട് വരികയില്ല. എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി തന്റെ ആശ്രയവും തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനവും കർത്താവിൽ ഏൽപ്പിക്കുവാനായിട്ട് ആരംഭിക്കുന്ന നിമിഷത്തിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നതായിട്ടുള്ളൊരു ദൈവിക ശക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നല്ല സമയങ്ങളോടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തോട് മറുതലിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവിന്റെ സന്നിധിയോടടുത്ത് വരുമ്പോൾ ഹൃദയത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ കഴിയാത്ത അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, ഒരു മടങ്ങി വരവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നയിക്കാം, നമ്മുടെ ജീവിതത്തെ നയിക്കാം. കർത്താവ് എളിയവനെ ഓർക്കുന്നവന് അത് തന്നെ നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അപ്രകാരം ചെയ്യുവാൻ കഴിയാതെ പോയെങ്കിൽ, നീ ഓർക്കേണ്ടവരെ ഓർക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ, കരുണ കാണിക്കേണ്ടവരോട് അത് കാണിക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ,
പ്രകാരം ഈ ദിവസത്തെ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.